താനൂരിൽ സഹപ്രവർത്തകനെ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പാലക്കാട് സ്വദേശി ദിനൂപ് എന്ന അനൂപിനെയാണ് മഞ്ചേരി 2ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. സ്ഥാപനത്തിലെ ക്രമക്കേടുകൾ ഉടമയെ അറിയിച്ചെന്ന വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതിനെ തുടർന്ന് പ്രതി ദിനൂപിന് ജീവപര്യന്തം തടവും 1,15,500 രൂപ പിഴയും കോടതി വിധിച്ചു. പിഴത്തുക കൊല്ലപ്പെട്ട വൈശാഖിന്റെ മാതാവിന് നൽകണം. പിഴയടച്ചില്ലെങ്കിൽ പ്രതി കൂടുതൽ കാലം തടവ് അനുഭവിക്കേണ്ടി വരുമെന്ന് ജഡ്ജി A.V. ടെല്ലസ് ഉത്തരവിൽ വ്യക്തമാക്കി. 2020 സെപ്റ്റംബർ 30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. താനൂർ PVS ഫിലിം സിറ്റിയിലെ ജീവനക്കാരനായിരുന്ന പ്രതി സഹപ്രവർത്തകനായ ബേപ്പൂർ സ്വദേശി വൈശാഖിനെ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയും സംഘവും സ്ഥാപനത്തിൽ നടത്തുന്ന ക്രമക്കേടുകൾ വൈശാഖൻ ഉടമയെ അറിയിച്ചെന്ന സംശയമാണ് ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് ശേഷം മൃതദേഹം കുളത്തിൽ തള്ളിയിട്ട് തെളിവ് നശിപ്പിക്കാൻ പ്രതി ശ്രമിച്ചിരുന്നു. പുറമെ പരിക്കുകളില്ലാതിരുന്നതിനാൽ വൈശാഖൻ കുളത്തിൽ വീണ് മരിച്ചതാണെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക പരിക്കുകൾ കണ്ടെത്തിയതോടെയാണ് അന്വേഷണം കൊലപാതകത്തിലേക്ക് തിരിഞ്ഞത്. താനൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന P. പ്രമോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. കൃത്യമായ തെളിവുകൾ സഹിതം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 വർഷത്തിന് ശേഷമാണ് കേസിൽ നീതി നടപ്പിലാക്കുന്നത്. കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പ്രതിക്ക് വിനയാവുകയായിരുന്നു. ഈ ചാനൽ ന്യൂസ് മഞ്ചേരി. നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034071111.